പക്ഷെ കയറാൻ പറ്റിയില്ല. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണത്. ഉണ്ട്, പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പ്രത്യാശയിലേക്ക് വരികയാണല്ലോ. ഇത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, അതാണ് സംഭവം. ഇപ്പം വിശ്വാസം പ്രത്യാശ ഒന്നല്ല. പ്രത്യാശ എന്നവനെ കാണാം, നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ അത് നമ്മുടെ ഈ കിട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് എലീഷ പടനായകനോട് പറയണത്. നീ അത് കാണും, പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല. എന്താ കാര്യം? പിറ്റേ ദിവസം കർത്താവ് ഒരു മുളക്കം മുളിക്കും. പടനായകൻ്റെ ചണാച്ചണ സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽക്കാർ ഓടിക്കളയും. അപ്പോഴ് ഇസ്രായേൽക്കാർ കയറി അവരുടെ സംഭരിച്ച് വെച്ചിരിക്കുന്ന എല്ലാം എടുക്കും, എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും. പക്ഷേ ഈ ഇസ്രായേൽക്കാർ ഗേറ്റിಗೆ കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറുന്ന കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകന് ജനം തട്ടിപ്പറിച്ചിട്ട് അറിഞ്ഞില്ല പടനായകനാണ്. ഈ ബഹളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് പുള്ളി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കും. അതാണ് വിശ്വസിക്കാൻ നമുക്ക്. പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ്. കർത്താവ് കിളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ്. അതാണ് നീ കാണും അത് കർത്താവ് ചെയ്യണത്, പക്ഷെ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ്, അനുഭവിക്കണ വേറെയാണ്. എല്ലാം സാധ്യമാണ്, വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും. അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യാശ, സെക്കൻഡ് ടോക്കൺ. പ്രത്യാശ എന്താണ്? പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. രാജാവിനെ നിരാശയാക്കി, വിശ്വാസം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെന്ന് അറിയാം, രാജാവിന് വിശ്വാസമുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ടെന്ന് ഉറപ്പാണ്. ഉറപ്പുള്ളവനെന്ന് വെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താണെന്നറിയാവുക? ആകുമ്പോൾ തൈക്കൊള്ളെല്ലാം വിൽക്കും. ഇപ്പം നിധി കണ്ടെത്തിയ കർത്താവ് പറയണില്ലേ? ഈ 13 കഴിഞ്ഞാൽ പിന്നെ നിധിയിലോട്ടാണ് ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണതാണ്. 13:44 മത്തായിയുടെ സുവിശേഷം. സ്വർഗരാജ്യം